പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ മൂന്നാം തവണയും മുടങ്ങി 4 മണിക്ക് വീണ്ടും ചേരും. ഓപ്പറേഷൻ സിന്ദൂരിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രം അറിയിച്ചു. പ്രതിപക്ഷ അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കൂട്ടക്കൊല നടത്തിയ പേൽഗാം ഭീകരരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നായിരുന്നു രാജ്യസഭയിൽ കോൺഗ്രസിന്റെ ചോദ്യം. सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है. सदन चले. आपका 0 आवर है. मैं चाहता हूं आपको अवसर दूं. നീതൻ സുബോധ ചേരുന്നു. സുബോധ, സഭയിലെ വിവരങ്ങൾ. ഇപ്പോൾ സഭയിൽ നിന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം ധന്യ, ഈ ചർച്ച, അതായത് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ച ഈ ആഴ്ച ഇല്ലെന്ന് തന്നെയാണ്. കാര്യം 16 മണിക്കൂർ ചർച്ചയാണ് ലക്ഷ്യമിടുന്നത്. ഇത് അടുത്ത ആഴ്ച ചർച്ച നടത്താമെന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. അതേസമയം ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾ ഇതിനകം തന്നെ പ്രധാനമന്ത്രി വന്ന് സംസാരിക്കാൻ വേണ്ടി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിർബന്ധിക്കരുത് എന്നുള്ള ആവശ്യം കൂടി അവർ മറ്റു പാർട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു തുടങ്ങിയാൽ മറ്റു തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും പ്രതിപക്ഷം ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഈ വിഷയം തുറന്ന് കാട്ടാൻ കഴിയാതെ വരും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പഹൽഗാം ആക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന് പിന്തുണ നൽകിയത്. പക്ഷേ ഈ പിന്തുണ നൽകിയെങ്കിൽ പോലും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള ഊഹാപോഹം മാത്രമാണ് കേൾക്കേണ്ടി വരുന്നത്. ഇതിനകം സർവകക്ഷി യോഗം നടന്നു. സർവകക്ഷി യോഗത്തിൽ പോലും പൂർണ്ണമായ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ടത് താനാണ്, 5 ജെറ്റ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊരു സ്ഥിരീകരണം പോലും നൽകാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, ഒരു കൃത്യമായ ചർച്ച ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ 3 പ്രാവശ്യമാണ് ഇന്ന് ലോക്സഭ സ്തംഭിപ്പിച്ചിരിക്കുന്നത്. 4 മണിക്ക് സഭ വീണ്ടും ചേരും. അതേസമയം രാജ്യസഭ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.